എന്താ ഇപ്പൊ ചെയ്യാ? എത്രയായി പേപ്പറിൽ കൊടുത്തിട്ട് 1.5 മാസമായി. ഇതുവരെ ആരും വിളിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും വരണ്ടേ ഇപ്പോ? അല്ലെങ്കിൽ എനിക്ക് പോയ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ നീ പറയുന്നത്? എന്താ ഒറ്റയ്ക്ക് സംസാരിക്കും? അതല്ല ഞാൻ പറയുന്നത്, നാളെ എനിക്ക് പുലർച്ചെ പോകണ്ടേ? ഇവിടെ അത്ര വരെയായിട്ട് ഒരാളും വന്നിട്ടില്ലാലോ. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? നീ ധൈര്യമായിട്ട് പോകാൻ്റെ ഇത് പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ മോളുടെ കാര്യമില്ലേ? ഇവിടെ ഞാൻ എന്തും ചെയ്യാം. ആരെ കിട്ടും? ഇപ്പൊ അടുത്ത മാസം 24-നല്ലേ മോളെ പ്രസവം. പിന്നെ അത് കഴിഞ്ഞാൽ കുഞ്ഞിനൊരു 3 മാസം കൂടി ആവണ്ടേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. അതുവരെ ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ. എനിക്കിപ്പോ എന്താ, വീട് വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ എന്റെ ഭക്ഷണകാരല്ലേ, അതിപ്പോ ആരെയും വരാണ്ടിരിക്കില്ല. വരുമായിരിക്കും അല്ലേ? അതന്നെ എനിക്കൊരു സമാധാനം. ആദ്യത്തെ മോന്റെ പ്രസവം ഇവിടെയായപ്പോ നമുക്ക് വലിയൊരു സമാധാനമായി. ഇതിപ്പോ ഇനിയിപ്പോ അവര് എന്താ പറയാ, എല്ലാത്തിനും വീട്ടിലേക്ക് വരണം പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവന്റെ ജോലിയും കൂടി നോക്കണ്ടേ. ആരെയും വരികയായിരിക്കും അല്ലേ? എനിക്കൊരു ധൈര്യം ഉണ്ട് ആരെയും കിട്ടുന്നുള്ളത്. എന്തായാലും പുലർച്ചക്കിലാണ് ഇവിടുന്ന് പോകേണ്ടത്. 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. ട്രാൻസ്പോർട്ടാ കാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് 6 മണിക്ക് ട്രെയിന്. ഞാൻ എന്താ ടാക്സി പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകല്ലേ, അല്ലെങ്കിൽ ഓട്ടാ മതിയായിരുന്നു. എന്തായാലും കുറച്ച് നേരത്തെ എത്തുന്നത് നല്ലതാ. ഇതന്നെ ആയിരിക്കും അല്ലേ വീട്? ആരാ ഇത്? 15 സുധാകരന്റെ വീടാണോ? വീട്ടു ജോലിക്ക് ആള് കൊണ്ട് പേപ്പറിൽ കൊടുക്കുന്നല്ലേ? ആള് വേണം പറഞ്ഞ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആണുങ്ങളെയല്ല പെണ്ണുങ്ങളെ വേണ്ടത്. ആണുങ്ങളല്ല പെണ്ണുങ്ങൾ തന്നെയാ. എന്റെ ഭാര്യ വരിക, ഞാനല്ല. ആണോ? ഞാൻ നിങ്ങളെ കണ്ടപ്പോ പിന്നെ ഞാൻ നാളെ ഡൽഹിക്ക് പോവുക. എൻ്റെ മോൾ അവിടെയാ. ആൾക്ക് 2ാമത്തെ പ്രസവമാ. അപ്പൊ അവരിങ്ങോട്ട് വരുന്നില്ല പറഞ്ഞു. പക്ഷെ എന്തായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അടുത്ത മാസം 24-ന് പ്രസവം. അപ്പൊ ഇവിടെ അർജന്റായിട്ട് ഒരാള് വേണം. വീട്ടിലെ പണിയും എനിക്ക് അധികം വേണ്ട വീട് വൃത്തിയാക്കണം. പിന്നെ മൂപ്പർക്ക് ഇവിടെ ഉണ്ട്, എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. ഭക്ഷണം കാര്യങ്ങളൊക്കെ മൂപ്പര് നല്ലപോലെ നോക്കണം. അത്രേ വേണ്ടിയുള്ളൂ. നിങ്ങളുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ? അത് നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ടില്ല. അയ്യോ, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. ഞങ്ങൾക്ക് ഷോപ്പാണ് കൊയിലാണ്ടിയിൽ. മൂപ്പരോട് രാവിലെ 10 മണിക്ക് പോകും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരും. അപ്പൊ നിങ്ങളുടെ ഭാര്യ രാവിലെ ഇവിടെ വന്ന് മൂപ്പർക്ക് രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വീടും ഒക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കി എല്ലാ പണികളും കഴിഞ്ഞ് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അവര് പോയിക്കോട്ടെ. അങ്ങനെ കുഴപ്പമില്ല. ഞായറാഴ്ച ലീവ് വേണേ. അപ്പൊ ഞായറാഴ്ച ലീവ് വേണം അല്ലേ? അത് പ്രശ്നമില്ല, ഞാൻ മൂപ്പരോട് പറഞ്ഞോളാം. അപ്പൊ പുറത്തുനിന്ന് കഴിച്ചോട്ടെ. അതല്ല, നിങ്ങളുടെ വീട് എവിടെയാ? വീടൊക്കെ ഇവിടെ അടുത്തന്നെ, എൽത്തൂരാ. എന്നാ പിന്നെ പ്രശ്നമില്ല. പിന്നെ അവിടുന്ന് ബസ് സൗകര്യം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നിറങ്ങി കുറച്ച് നടക്കാനില്ലേ, കുറച്ച് 2 മിനിറ്റ് നടക്കാനില്ലേ ഉള്ളൂ. എന്തായാലും ഒരു 8 മണിയാകുമ്പോഴേക്കും എത്താൻ പറയണേ. അയ്യോ, ഞാൻ അവള് ബസ്സിൽ നിന്നും വിടില്ല. ഞാൻ കൊണ്ടാക്കും, വൈകിട്ട് കൂട്ടിട്ട് പോകും. വേറെ ആണുങ്ങൾ മാത്രമുള്ള വീട്ടില്. എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നെ നാളെ 8 മണിയാകുമ്പോഴേക്കും വരാൻ പറയണേ. ഞാനിവിടെ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ നേരത്തെ പോകുന്നല്ലോ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും. അല്ല, നിങ്ങളൊരു വെപ്രാളം കണ്ടിട്ട് ഒന്നും കൂടി പറഞ്ഞോന്ന് മാത്രം. പിന്നെ ശമ്പളം പേപ്പറിൽ കണ്ട പോലെയാണേ, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ വന്ന് പണിയെടുത്തിട്ട് അങ്ങനെ എങ്ങനെയൊന്നും മൂപ്പരോട് പറയാൻ നിൽക്കരുതേ. ശമ്പളമേ മാസം നേരം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. എല്ലാ ശനിയാഴ്ച പൈസ ചെയ്താ. നിനക്ക് എന്താ ഇത്ര ധൃതി? എന്നെ പറഞ്ഞേക്കെ. അവിടെ ആളുണ്ട്, പൊക്കോ. ഞാൻ പോവാ. നിങ്ങളല്ലേ പഠിക്കുവാന്ന്? അല്ല, അതാരാ പോയി? നിങ്ങളുടെ ഭർത്താവാ? ഭർത്താവാ എന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതാ. നിങ്ങൾ വന്ന് പണിയെടുത്തോളൂ. ഏട്ടാ, ഞാനിപ്പോ എന്താ ആദ്യം ചെയ്യേണ്ടത്? എനിക്ക് 10 മണിക്ക് പോകണ്ട. നീ കഴിക്കാനുണ്ടാക്ക്. 5 മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ കഴിക്കാണ്ടാക്കി തരാം. ഓക്കെ. ഞാൻ പോവാട്ടോ. നിങ്ങൾ എത്ര മണിക്കാ പോവാ? ഞാന് 5 മണിക്ക്. ഈ മുന്നിലെ വീട്ടിലെ എന്റെ അനിയനും ഭാര്യ. നിങ്ങൾ പോകുന്ന സമയത്ത് ചാവി അവിടെ കൊടുത്താൽ മതി.
ആ ഞാൻ അവിടെ കൊടുത്തോളാം. കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ഞാൻ രാത്രി ചോറാ കഴിക്കും. മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം മീൻ കറിയും ചോറും മാത്രം മതിയോ? പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കണോ? പച്ചക്കറി എനിക്ക് വേണമെന്നില്ല. അല്ല ദീപാവലി ഉണ്ടായി കഴിച്ചോട്ടാ. ആ ആയിക്കോട്ടെ. ദിവസം അടിച്ചു വാരി തുടക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്. ആ വീട് ഞാൻ എന്തായാലും അടിച്ചു വാരി തുടയ്ക്കും. പിന്നെ ആ തുണികളൊക്കെ അവിടെ എടുത്ത് കഴുകാനല്ലേ? ആ തുണി അവിടെ കഴുകാൻ കിട്ടോ? അതാ കിട്ടോ. പിന്നെ എന്തായാലും 5 മണിക്ക് പോയാൽ കിട്ടോ. പോകുമ്പോ ചാവി കൊടുത്തു പോയാൽ മതി. അവരെന്നെയും വിശ്വസിച്ച് താക്കോൽ തന്നിട്ട് പോയതല്ലേ. എൻ്റെ വീട് നല്ലോണം തന്നെ സൂക്ഷിക്കണം. എരിവ് എങ്ങനെയാണെന്ന് ആർക്കറിയാം. ചോദിച്ചില്ല, അവര് പറഞ്ഞില്ല. ഓ ആകാത്ത മിന്നെ വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞതാ കറക്റ്റ് 5 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്. അതാ ഞാൻ ഇവിടെ ഇത്ര നേരം നിന്നത്. പണി കഴിഞ്ഞ് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അതിന് അവരിവിടെ ഇല്ലല്ലോ. നീ അങ്ങോട്ട് വാ. 5 മണിയായില്ലേ? അതിന് ഒരാളുടെ പണിക്കും എന്തല്ലേ നമ്മൾ അവർ പറഞ്ഞതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 5 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മുൻപ് ഇറങ്ങി കള്ളത്തരമായിട്ട് മാറില്ലേ? CCTV ഇല്ല, അവർ നോക്കില്ലേ? താക്കോൽ അപ്പുറത്ത് വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞത് അവന്റെ അനിയന്റെ വീടാണ് അത്. ഞാൻ കൊടുത്തിട്ട് വരാം, ഞങ്ങൾ പണി തിരിച്ചോളൂ. 2 ദിവസം പണിയിലായിരുന്നു. ഇവിടെ നാവ് പോകുന്നില്ല. ഒരു ദിവസം പണിക്കാരുടെ അഹങ്കാരം കണ്ടാണ്. ആ 2 ദിവസം നേരം ഞാൻ പണിയിലാതിരുന്നിരിക്കുള്ളൂ. അപ്പോഴേക്ക് 3 കൂടെ പണി ഏൽപ്പിച്ചു തന്നില്ലേ എനിക്ക്? ഞാൻ താക്കോൽ കൊടുത്തിട്ട് വരാം, നിങ്ങൾ വണ്ടി തിരിച്ചോളേ. ഇന്ന് ശനിയാഴ്ച ഈ പൈസ വാങ്ങട്ടോ. ഞാൻ കടം വാങ്ങിട്ടാ പെട്രോൾ എടുത്ത്. ഇന്ന് എന്തായാലും കൊടുക്കണം. അതിന് നിങ്ങളോട് ആരാ കടം വാങ്ങിയിട്ട് പെട്രോൾ അടിക്കാൻ പറഞ്ഞത്? നിങ്ങൾ രാവിലെ എന്നെ കൊണ്ടാക്കാനും വൈകുന്നേരം വിളിക്കാൻ വരണം. ഞാൻ ബസ്സിന് വരുമ്പോൾ പോവും ചെയ്യില്ലേ? എന്നാൽ 10-30 ഉറുപ്പിക ഉണ്ടെങ്കിൽ ആയില്ലേ? ഈ പെട്രോൾ എത്ര വേണമെന്ന് പറഞ്ഞിട്ടാ? ഒരു പണിയിലും മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോരെ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എടി ഞാനായിട്ട് ഈ പണി കിട്ടി. അത് ഞാൻ പേപ്പറിൽ പരസ്യം കണ്ട് കാരണം ഒരിക്കലും എനിക്ക് കിട്ടില്ല. അത് ഓർമ്മയാണ് എനിക്ക്. എന്തോ രാജേഷിന്റെ വീട്ടിൽ ഞാൻ പോകാനും ഈ പരസ്യം കാണുന്നു. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനല്ലേ രക്ഷപ്പെട്ടത് നിങ്ങളാ. ഞാൻ പണിക്ക് വന്ന പുറകെ വരികയല്ലേ കൂലി വാങ്ങിയെടുക്കാൻ വേണ്ടിട്ട്. ഏട്ടാ ഇതൊക്കെ അലക്കേണ്ടതല്ലേ? അതൊക്കെ അലക്കണ്ടതാ. എനിക്ക് പോവാൻ സമയത്താ. ചായ എടുത്തോ? ആ ചായ എടുത്ത് വയ്ക്കാം. വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഭർത്താവ് ശനിയാഴ്ചയാണ് ശമ്പളം വേണമെന്ന് എന്തോ പറഞ്ഞു. ആ ഏട്ടാ ശനിയാഴ്ച കൂലി വാങ്ങാൻ വേണ്ടി മൂപ്പരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെ പണി അന്വേഷിക്കാൻ വരുമ്പോൾ തന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്ര ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ശമ്പളം വേണം എന്നുള്ളത്. നിങ്ങളുടെ ഭർത്താവ് എന്താ പണി? ദിവസം രാവിലെ കൊണ്ടാക്കാനും പറ്റും, വിളിക്കാനും പറ്റും. മൂപ്പര് ദിവസം രാവിലെ കൊണ്ടാക്കാനും വരും, വൈകുന്നേരം 5 മണിക്ക് വിളിക്കാനും വരും. അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? വണ്ടിയിൽ എത്ര എണ്ണയടിക്കണം? ഞാൻ ബസ്സിന് പോകാന്ന് പറയലുണ്ട്, മൂപ്പര് കേൾക്കില്ല. 10 വർഷം മുൻപ് വാർപ്പിന്റെ പണിക്ക് പോയിട്ട് ഒന്ന് വീണതാ ചെറുതായിട്ട്. അവിടെ കാല് ചെറിയൊരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബാൻഡേജ് ഒക്കെ ഇട്ട് അതൊക്കെ മാറി. ഇപ്പൊ ഇതുവരെ മൂപ്പര് അതിൽ പിന്നെ പണിക്കേ പോയിട്ടില്ല. എന്തെങ്കിലും ആരുടെങ്കിലും കൂടെ പിന്നെ ബ്രോക്കറായിട്ട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം പോകും. അതെന്തെങ്കിലും ചെറിയൊരു 10-500 എപ്പോഴും കിട്ടിയില്ലെങ്കില്ല. എന്നിട്ട് മൂപ്പർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമില്ല, ഒരു പണിയില്ല. അപ്പൊ നിങ്ങളുടെ വരുമാനം മാത്രമേ? മക്കള് 2 ഒരാൾ ഡിഗ്രിക്ക് പഠിക്കണം, ഒരാൾ +2 പഠിക്കുന്നു. മൂപ്പര് അതിന് പണിക്ക് പോയാണ് ഇപ്പൊ എത്ര ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക്? മൂപ്പര് പണിക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞാൻ കൊണ്ടുപോയിട്ട് ചെലവ് കഴിയാ. പക്ഷെ മൂപ്പര് അങ്ങനെയല്ല. ഇന്നിപ്പോ എന്നോട് ശമ്പളം വാങ്ങിക്കാൻ പറഞ്ഞു. ദിവസം എന്നെ കൊണ്ടാക്കാനും വിളിക്കാനും വരുമ്പോൾ എണ്ണ എത്ര വേണേട്ടാ? അപ്പൊ ആരെടുത്തെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കും വണ്ടിയിലേക്ക് എണ്ണ അടിക്കുക. ഇന്നിപ്പോ ഞാൻ കൊണ്ടുപോയ പൈസ ഞങ്ങൾ മുഴുവനും വാങ്ങും. ഉണ്ടാകും എണ്ണയടിച്ച പൈസയും കൊടുക്കും. മൂപ്പര് കള്ളും കുടിക്കും. എന്തെങ്കിലും ചെറിയൊരു പൈസ എനിക്ക് തരും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കാനും തല്ലാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനും വരും എന്നെ. മക്കളുടെ പഠിത്തം ഒന്നും പറയില്ല. ഗതികേട് കൊണ്ടാ ഓരോ വീട്ടിലും പണിക്ക് മാറി ഞാൻ പോകുന്നത്. 2 അങ്ങോട്ടല്ലേ? അതന്നെ വലിയൊരു കാര്യമല്ലേ? ഈ കാര്യം പൈസ കൊടുക്കരുത്. പൈസ കിട്ടില്ല പറഞ്ഞാൽ അതന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വണ്ടിയിൽ കടം വാങ്ങിയിട്ട് എണ്ണ പറഞ്ഞത് എന്നാലും കുറച്ച് കൊടുക്കും. പാതി പൈസ ഞാൻ കൈവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളൊക്കെ തരില്ലേ മൂപ്പരിനെ ഭക്ഷണമാക്കി?
ഒരു കാര്യം ചെയ്യും 3 മാസം കഴിഞ്ഞ് ബഞ്ച വരും. ബഞ്ച നീ സ്ഥിരമായിട്ട് ഇവിടെ നിന്നു. ബഞ്ചിനടുത്തുള്ള കാര്യം പറഞ്ഞു കേട്ടോ. ചേച്ചി എന്നെ വന്നിട്ട് എന്നോട് നിൽക്കാൻ പറഞ്ഞു. എന്റെ മൂന്ന് മോൻ പറഞ്ഞതാ, അമ്മ നീ വീട്ടുകളിക്കൊന്നും പോകണ്ട, ഞാൻ എന്തെങ്കിലും പണിക്ക് പോകാം അമ്മയെന്നുള്ളത്. മോൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയെ, എല്ലാത്തിലും നല്ല മാർക്കുണ്ട്. വെറുതെ അവന്റെ പഠിപ്പ് കളഞ്ഞിട്ട് അവനെ പണിക്ക് അയച്ചു കഴിഞ്ഞ് ഈ തൽക്കാലത്തെ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാറുകയും ചെയ്യും. പിന്നെ അവന്റെ പഠിപ്പ് പോയി എന്റെ മോനെ വലിയൊരു വിഷമമാകില്ല പിന്നീട് എന്ന് പറഞ്ഞിട്ടാ. അത് നല്ല കാര്യാ. പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ. അവൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വീട്ടു പണിക്ക് പോകണല്ലോ. നിന്റെ പൈസ തരാട്ടപ്പോ. പിന്നെ ഞാൻ പോവാട്ടോ. നിന്റെ പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്റെ മേലെ. ശരി.